എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? വിവിധ ജില്ലകളിലെയൊക്കെ ഒരു പെർസെന്റേജ് ഒക്കെ എങ്ങനെയാണ് വിനീഷ്? അവസാനത്തെ 2 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് തന്നെയാണ്. ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചരിത്ര പോളിംഗിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാൻ കഴിയും. 60% ഈ 7 ജില്ലകളിലായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗികമായ ഒരു കണക്ക്. ഇതിൽ തിരുവനന്തപുരം 57, കൊല്ലം ജില്ല 56%, ഇടുക്കി 62, കോഴിക്കോട് 58, വയനാട് 60%, കണ്ണൂർ 60%, കാസർഗോഡ് 65 എന്നിങ്ങനെയാണ് ഈ 7 ജില്ലകളിലായി നടക്കുന്ന വോട്ടെടുപ്പിൻ്റെ നിലവിലെ ശതമാനം. ഇതിൽ കൊല്ലമാണ്. നേരത്തെ തിരുവനന്തപുരമായിരുന്നു മന്ദഗതിയിൽ തുടങ്ങി അവിടുത്തെ പോളിംഗ് ശതമാനം നേരിയ തോതിൽ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ജില്ലയാണ് 56%. ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ കാസർഗോഡ് 65% ഇപ്പോൾ വോട്ടിംഗ് നില കൂടുതൽ ഭദ്രമാക്കി മുന്നേറുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രാദേശികമായി തുടക്കം മുതൽ തന്നെ രാവിലെ പ്രഭാതം മുതൽ തന്നെ ശക്തമായ മഴ നിലനിന്നിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിലും നഗരപ്രദേശത്തും തീരദേശ മേഖലയിലും ഉൾനാടൻ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിനെ സാരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇപ്പോൾ കാലവർഷം ഒന്ന് കെട്ടടങ്ങിയിരിക്കുന്നു, അന്തരീക്ഷം തന്നെ ഭദ്രമായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നൊരു സാഹചര്യം നിലവിൽ കാണാൻ കഴിയുന്നുണ്ട്. മുന്നണികളെല്ലാം തന്നെ തങ്ങളുടെ വോട്ടർമാരെ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിച്ച് ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നും, സ്ഥാനാർത്ഥികളുടെ നിന്നും മുന്നണി പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ, ഒരു 2 മണിക്കൂർ അവശേഷിക്കുമ്പോൾ തന്നെ ശക്തമായ ഒരു പോളിംഗ് സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 70-നും 75-നും അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത, അത്തരത്തിലൊരു ട്രെൻഡാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് എല്ലാ മേഖലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് പോലീസ് വൃത്തങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ചില പ്രശ്നബാധിത ബൂത്തുകൾ നിലവിൽ തിരുവനന്തപുരത്ത് തന്നെ 176ഓളം പ്രശ്നബാധിത പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ CCTV ക്യാമറ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി കർശനമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പോലീസിനെ അത്യാവശ്യ സ്ഥലങ്ങളിൽ വിന്യസിക്കേണ്ട സ്ഥലത്തൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി തന്നെ ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പോകുന്നതും. ഇത് കണ്ണൂരിൽ ചില പ്രദേശങ്ങളിൽ വെബ് കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു. അവിടെ പല മേഖലകളിലും തന്നെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട്, കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചന്തവിള, ശ്രീവരാഹം, കഴുനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ രാവിലെ 1 മണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. ഇവിടുത്തെ യന്ത്രത്തകരാറാണ് ഇതിന് പ്രധാനമായും ഒരു കാരണമുണ്ടായത്. ചില സ്ഥലങ്ങളിൽ, കൊല്ലത്ത് സംഭ്രമ വാർഡിൽ രാവിലെ 9:30 മാത്രമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആരംഭിച്ചത്. അതുവരെ ഈ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സംഭവിച്ച തകരാറ് പരിഹരിക്കുന്നതുവരെ അവിടെ വോട്ടിംഗ് സംവിധാനം തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചതിന് ശേഷം വോട്ടിംഗ് സുഗമമായി തന്നെ എല്ലാ മേഖലകളിലും, ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്കിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ സുഗമമായി ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. മനീഷ് കുമാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. 60% നിൽക്കുന്നു കേരളത്തിലെ ഇതിപ്പോൾ നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെന്റേജ്. ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായും ഈ അവസാന 2 മണിക്കൂറിൽ വളരെ ശക്തമായ ഒരു തിരക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നുണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്.